നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന കേസിൽ റിമാൻഡിൽ കഴിയുന്ന സമയത്ത് വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് വഴിവിട്ട് സഹായം നൽകിയതിൽ മധ്യമേഖലാ ജയിൽ ഡിഐജി പി അജയ്കുമാർ, എറണാകുളം ജില്ലാ ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാം എന്നിവർക്ക് സസ്പെൻഷൻ. ജയിൽ എഡിജിപി ബൽറാം കുമാർ ഉപാധ്യായ നൽകിയ റിപ്പോർട്ടിലെ ശുപാർശ പരിഗണിച്ചാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ സസ്പെൻഷൻ ഉത്തരവിറക്കിയത്. ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞിരുന്ന കാക്കനാട് ജില്ലാ ജയിലിൽ അദ്ദേഹത്തിന് VIP പരിഗണന നൽകിയതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജയിൽ ആസ്ഥാനത്തെ ഡിഐജി വിനോദ് കുമാർ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇരുവരെയും അന്വേഷണ വിധേയമായാണ് സസ്പെൻഡ് ചെയ്തത്. അതേസമയം ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസിൽ നടിയെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന വകുപ്പ് കൂടി ഉൾപ്പെടുത്തി എറണാകുളം സെൻട്രൽ പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതിനെ തുടർന്ന് കാക്കനാട് ജില്ലാ ജയിലിൽ അടച്ചിരുന്നു. ഈ മാസം 10-ന് ജയിലിൽ ഔദ്യോഗിക കാറിലല്ലാതെ 3 പേർക്കൊപ്പം എത്തിയ പി അജയ്കുമാർ ബോബിക്ക് വഴിവിട്ട സഹായം നൽകിയെന്നായിരുന്നു ആരോപണം. ജയിലിൽ ഡിഐജി എത്തിയത് ബോബിയുടെ സഹായികൾക്കൊപ്പം ആയിരുന്നെന്നും 2 മണിക്കൂറോളം സൂപ്രണ്ടിന്റെ മുറിയിൽ ബോബിക്കൊപ്പം ചെലവഴിച്ചുവെന്നും ആരോപണമുണ്ടായിരുന്നു. സൂപ്രണ്ടിന്റെ മുറിയിലെ ശുചിമുറി ഉപയോഗിക്കാൻ അനുവദിച്ചു. ഫോൺ വിളിക്കാനും മറ്റുമായി 200 രൂപ നൽകി. ഇത് പിന്നീട് രജിസ്റ്ററിൽ അനധികൃതമായി എഴുതി ചേർത്തു തുടങ്ങിയ കാര്യങ്ങളും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നാണ് ജയിലാസ്ഥാനത്തെ ഡിഐജി അന്വേഷണത്തിന് കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിയതും റിപ്പോർട്ട് നൽകിയതും. ഗുരുവായൂർ സന്ദർശനം കഴിഞ്ഞ് പോകുന്ന വഴി കുടുംബവുമൊത്ത് കയറിയതാണെന്ന് മധ്യമേഖല ഡിഐജി നിലപാടെടുത്തെങ്കിലും ബൽറാം കുമാർ ഉപാധ്യായ അപ്പോൾ തന്നെ ഇത് നിരാകരിച്ചെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തുടർന്ന് ഇരുവർക്കുമെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് റിപ്പോർട്ട് നൽകി. അതാണ് ഇന്ന് സസ്പെൻഷൻ ഉത്തരവായി പുറത്തിറങ്ങിയത്. അതിനിടെ ബോബി ചെമ്മണ്ണൂരിനെ കൂടുതൽ പ്രശ്നത്തിലാക്കി ഒരു വകുപ്പ് കൂടി പോലീസ് ചുമത്തി. ഹണി റോസിന്റെ മൊഴിയിൽ തന്നെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന് വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് BNS 78 വകുപ്പ് കൂടി ഉൾപ്പെടുത്തി റിപ്പോർട്ട് നൽകിയത്. ആദ്യമായി ഈ വകുപ്പ് ചുമത്തിയാൽ 3 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന ജാമ്യം കിട്ടുന്ന കുറ്റമാണിത്. കുറ്റം ആവർത്തിച്ചാൽ ശിക്ഷ 5 വർഷമാണ്. ജാമ്യം ലഭിക്കുന്നത് ബുദ്ധിമുട്ടാകും.